The Golden City of India. Welcome to Jaisalmer. താർ ഡെസേർട്ടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റി. Jaisalmer is a treasure trove of rich history, vibrant culture and breathtaking architecture. Here the past and present blend seamlessly together. ഇന്ത്യയിലെ ഏറ്റവും ടെമ്പറേച്ചർ കൂടിയ സ്റ്റേറ്റാണ് രാജസ്ഥാൻ. സീസൺ തുടങ്ങുന്നത് നവംബർ ടു ഫെബ്രുവരിയാണ്. ജയ്സൽമേർ സിറ്റിയിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയുള്ള താർ ഡെസേർട്ടിൻ്റെ പാർട്ടാണ് സാംസൺ ഡ്യൂൺസ്. നമ്മൾ നിന്നത് ക്വീൻ ഓഫ് താർ ഡെസേർട്ട് ക്യാമ്പിലാണ്. ഇവിടെ ഓരോ റൂമുകളും ടെൻറ്റുകളാണ്. വാഷ്റൂമൊക്കെ അത്യാവശ്യം വിചാരിച്ചതിൽ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ഇത് നമുക്ക് അവിടെ നിന്നൊരു വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു, അടിപൊളിയായിരുന്നു. കൊത്താരിസ് പട്വ ഹവേലി. It is built in the first half of 19th century. Patwa Haveli is a cluster of 5 Havelis. ഈ ഹവേലീസ് ഉണ്ടാക്കിയത് അന്നത്തെ സിറ്റിയിലെ ഏറ്റവും വലിയ വ്യാപാരിയായ ഗുമാൻ സിംഗ് പട്വയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ സമ്പാദ്യം കുറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇതിന് നാശം സംഭവിക്കുമെന്ന് ഉറപ്പായപ്പോൾ 1974 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മുടെ ഈ പ്രസന്റ് കണ്ടീഷനിലോട്ട് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തു. ഇതിലെ മെയിൻ ഹവേലിയാണ് കൊത്താരിസ് പട്വ ഹവേലി. ഇന്നിതൊരു മ്യൂസിയമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് അന്ന് ജീവിച്ചിരുന്ന ഓരോ വ്യാപാരികളുടെയും ലൈഫ് സ്റ്റൈല്, അവരുടെ ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ചർ, ഇന്റീരിയർ ഇതൊക്കെയാണ് കാണിച്ചു തരുന്നത്. ഈ ഹവേലി നമ്മളെ അക്കാലത്തെ ഓരോ ആളുകളുടെയും ജീവിത രീതിയിലോട്ടാണ് കൊണ്ടുപോയത്. കിച്ചൺ തൊട്ട് ഡൈനിങ് ഏരിയ എല്ലാം വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. അന്നത്തെ കാലത്ത് കളിച്ചുകൊണ്ടിരുന്ന ഗെയിംസ്, അവർ യൂസ് ചെയ്തിരുന്ന മുറികൾ എല്ലാം അതുപോലെ അത്രയും ക്ലീൻ ആയിട്ടാണ് അവരിപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന തലപ്പാവുകൾ, ക്യാമറ, പെർഫ്യൂംസ്, മേക്കപ്പ് സെറ്റ് എല്ലാം ഇപ്പോഴും അവിടെ നമുക്ക് പോയാൽ കാണാം. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണ് ജയ്സൽമേർ. രജപുത്ര രാജാവായിരുന്ന റാവു ജയ്സലാണ് ഇത് പണി കഴിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ കോട്ട അറിയപ്പെട്ടത്. താർ മരുഭൂമിയിലെ ത്രികുട എന്ന് പറയുന്ന ഒരു കുന്നിന്റെ മുകളിലാണ് ഈ കോട്ടയുള്ളത്. ഗോൾഡൻ കളറിലുള്ള മണൽക്കല്ലുകൾ കൊണ്ടാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൺസെറ്റ് സമയത്ത് ഈ കോട്ടയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. പൊതുവെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനാണ് രാജാക്കന്മാർ കോട്ടകൾ നിർമ്മിക്കുന്നത്. ജയ്സൽമേർ ഫോർട്ടിന്റെ പിന്നിലും സെയിം ഉദ്ദേശമായിരുന്നു. ഏകദേശം 250 അടി ഉയരമുണ്ട് ഈ ജയ്സൽമേർ ഫോർട്ടിന്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഹവേലീസ്, വീടുകള്, അമ്പലങ്ങള് ഒക്കെ ഉണ്ട്. ഈ സിറ്റിയുടെ 25% ജനങ്ങളും ഇതിൻ്റെ അകത്താണ് താമസിക്കുന്നത്.
ഒരാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ കോട്ടയ്ക്കുള്ളിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പോലും പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. आरती जी लाड लगना, पापा जी ने लाड लगना, मम्मी जी ने लाड लगना, पैसा मोरा लाड का घना, पति से ने लाड का घना, पैसा मोरा पुत्र घना। ए पापा जी ने लाड लगना, मम्मी जी ने लाड का घना, आरती जी लाड का घना, परदेसन लाड का घना, पैसा मोरा लाड का घना। ഈവനിങ് നമ്മൾ തിരിച്ചു വന്നിട്ട് ഒരു ക്യാമൽ സഫാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരു പട്ടിക്കുട്ടിയെ പോലും തൊടാത്ത ഞാനാണ് ആദ്യമായിട്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ പോകുന്നത്. എനിക്കറിയില്ല. वो आएगा मेरे साथ. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ആ മരുഭൂമിയിൽ സ്പെൻഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ ക്യാമൽ സഫാരിയുടെ ഏറ്റവും വലിയ ഗുണം. ക്യാമൽ സഫാരി കഴിഞ്ഞു വരുന്ന ഗസ്റ്റിനെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ടാസ്ക്. ഒന്നുകൂടെ പക്കോട ആയിരിക്കും. कितना ग्राउंड में आवाज बड़ी सी कम आ रही, पास वाले रिसोर्ट में पता चलेगी क्यों लोग था लेजर में कार्यक्रम चल रहा है. कम से कम अपनी आवाज दिल्ली तक पहुंचनी चाहिए. खमा नहीं सा क्या बात है. क्यों ना था लेजर में पधारे हुए मेहमानों का हार्दिक हार्दिक स्वागत अभिनंदन करता हूं मैं और मेरे साथी करांगा. स्वागत करेंगे स्वागत कीजिए. उस गाने का नाम है केसरिया बालक आवनी पधारो हमारे देश. जो हमारे इसी गाने में दौरा धरती में पधारते हैं उनका वेलकम इसी तरीके से करते हैं. ये हमारी राजस्थान की परंपरा रीति रिवाज है. जो मेहमान हमारे घर पर पधारते हैं उनका वेलकम इसी तरीके से करते हैं. അതല്ല എന്റെ വീഡിയോ.
शायकीनों, मेरे सामने मैम वीडियो बना रहे हैं, आपका नाम बताइए। आरती आरती। ये कबीर तेरी हर कल्पना कोरी है, ये कबीर तेरी हर कल्पना कोरी है। आरती जी आप चांद से भी गोरी है, चांद में तो दाग है, आप बेदाग चकोरी है। അല്ലേ വീട്ടിലമ്മ ഉണ്ടാക്കുന്നു. താങ്ക്സ്. ഉപ്പുമാവുണ്ട്, മുട്ടയുണ്ട്, ചാറുണ്ട്, കറിയുണ്ട്, പിന്നെന്നുള്ള ചായ. രണ്ട് ദിവസമാണ് നമ്മൾ ആക്ച്വലി ജയ്സൽമേർ നിന്നത്. അതിൽ ഫസ്റ്റ് ഡേ തന്നെ എല്ലാം കവർ ചെയ്തു മാക്സിമം. സെക്കൻഡ് ഡേ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ചുമ്മാ ഇരിക്കുക തന്നെയായിരുന്നു പണി. ഇതാണ് നമ്മൾ ഇന്നലെ പ്രോഗ്രാമൊക്കെ നടന്ന ആ സ്ഥലം. ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം ഫ്രീ ആയിട്ട് കിടക്കായിരുന്നു. നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ഇരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇന്നലെ പ്രോഗ്രാം നടന്നതാണ്. ആ ബെഡ് അതൊക്കെ എടുത്ത് അവിടെ വച്ചിരിക്കുകയാണ്. ഡിന്നറിന് എപ്പോഴും ഒരുപാട് ഐറ്റംസ് കാണും. എല്ലാ ദിവസവും ഏകദേശം സെയിം തന്നെ ആയിരിക്കും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ ദാൽ ബാട്ടി ചൂർമ. രാജസ്ഥാനിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ ദാൽ ബാട്ടി ചൂർമ.
ഗോതമ്പ് മാവിൽ നിന്നാണ് ഈ ബാട്ടി ഉണ്ടാക്കുന്നത്. ചുർമ എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ആണ്. ഇനി എനിക്ക് കഴിക്കണമെന്ന് പാകട്ട്. കളി കഴിഞ്ഞപ്പോഴും പൊളിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നൈസാണ്. ചാവലിലൂടെ നൈസാണ്. നമ്മുടെ മറ്റേ സ്പെഷ്യലാണ്. മൊത്തത്തിൽ ഈ ബാട്ടി ആക്ച്വലി ചുട്ടാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ട് പൊടിക്കണം, എന്നിട്ട് അതിൽ നല്ലോണം ഗീ ആഡ് ചെയ്യണം. പിന്നെ ഡാല്, വേണമെങ്കിൽ സവാള, അച്ചാർ, ഇതൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് അതിലൂടെ കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. നല്ല എരിവുള്ളപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇതിന് ഫ്ലേവറൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയി അതിൽ ഇന്ന് ഉള്ളിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ചേട്ടൻ മറന്നു പാവം ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കാരും മറന്നു വരും. ആൾക്കാർ കൂടുതലുണ്ട് അല്ലേ? പിന്നെ വരുന്നതാണ് ഈ ചുർമ. ഇത് നമ്മൾ ദാൽ ബാട്ടിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഈ ബാട്ടി തന്നെ നല്ലോണം പൊടിച്ചിട്ട് അതിൽ കുറച്ച് ഗീയും സ്വീറ്റും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കഴിക്കുന്ന ഒരു സ്വീറ്റാണ് ചുർമ എന്ന് പറയുന്നത്. മൊബൈൽ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അത് നിനക്ക് വേണമെങ്കിൽ എടുക്കാം, കൈ ഫോട്ടോ എടുക്കാം. തുണിയെടുത്ത് കൈ വച്ചിക്കാം. ശരിയാ, അതിനെ കുറിച്ച് റിസ്ക് അല്ല പിടിച്ചത്. ചേട്ടൻ്റെ പറപ്പിക്കലായിരിക്കും ചേട്ടൻ ഉദ്ദേശിച്ചത്. എന്തോ ഇത് ഇടൂല കേട്ടോ, പേടിക്കണ്ട. നൈറ്റ് നമുക്കൊരു സ്റ്റാർ ഗേസിംഗ് ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ ഇവരുടെ തന്നെ പ്രോപ്പർട്ടിയിൽ തന്നെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി അത്. अमूल कॉन्क्रीट जैसा रेगिस्तान है और वॉकिंग है, चल नहीं पाओगे. കണ്ടൂടാ ഇപ്പൊ ചെറുതായിട്ടാണ്. ഇവർക്ക് തിരിച്ചെങ്ങനെ വഴി അറിയാം? ഇവിടെ ഒരു മറ്റേ ഇതിനുണ്ടോ? അയ്യോ കേറാൻ പറ്റല്ലേ? ചരിഞ്ഞേറും. അതൊക്കെ ഞാൻ കേറക്കും. എനിക്ക് കേറുണ്ട്. നല്ല സോഫ്റ്റ് മണ്ണാണ്. സോഫ്റ്റ് അല്ല, തണുത്ത് കിടക്കണം. അയ്യോ ഞാൻ ഇവിടെ കേറിയിട്ടില്ല, എന്നെ കാലം കണ്ടോളൂ. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കാണിച്ചു കൊടുക്കൂ. ആ ഇവിടെ കാണാൻ പറ്റും. ഗോരിട്ടിൽ ചേട്ടൻ തീടാ പോയത്. എനിക്ക് വഴി അറിഞ്ഞു കേട്ടോ തിരിച്ചു പോയി. അപ്പം തിരിച്ചു കൊണ്ടാക്കാറില്ലേ? അവസരം ആട് ജീവിതത്തിൻ്റെ അവസ്ഥയാണ് എനിക്ക്. എത്ര മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും? അത് അവർ ക്യാമ്പ് ഫയർ ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ടെന്ന. ഓഹ് നക്ഷത്രമൊക്കെ കണ്ടുകൂടാ. നമുക്ക് ഇതേതാ നക്ഷത്രമൊക്കെ കണ്ടുകൂടാ. പക്ഷെ നേരിട്ട് കാണാൻ പൊളി സാധനം. കാണാമെന്തോ ഞാൻ ഫോട്ടോ ആഡ് ചെയ്യുന്നതായിരിക്കും. കാണുമ്പോൾ
കാണാമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെയല്ല ശരിക്കും. ശരിക്കും ഇങ്ങനെയൊന്നും അല്ലടാ. എക്സ്പീരിയൻസ് അല്ലേ? അതെ അതെ. ചേട്ടൻ കൂട് കൂട്ടാൻ പോവുകയാണ്. അയ്യോ രാപ്പാർക്കാം. അയ്യോ നമ്മുടെ ആളല്ലേ, അറിയായിപ്പെരിക്കും. अभी क्या 15 मिनट पहले कस्टमर थे अपने रिसोर्ट के वहाँ ऊपर ही. हाँ, वो रिटर्न वहाँ पे फोटो शूट करने आए. ഓക്കെ ഓക്കെ. മറ്റേ അതാണ് അത്ര വൈകിയ മറ്റേ ചേച്ചി കളിക്കുന്നത്. ഞാൻ ഇവിടെ ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്രമൊന്നും കണ്ടുകൂടാ, പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കുന്നതായിരിക്കും. ചേട്ടൻ്റെ തീ കഴിഞ്ഞു. ചേട്ടൻ തീ കഴിഞ്ഞു. ഞാനിവിടെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അവളുണ്ട് ഗൈസ്. ഇവിടെ മെത്തയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലൂടെ നോക്കി നോക്കാറുണ്ട്. ദേവയാവുന്നു എന്നെ കണ്ടുപോലും കൂടാ. ഞാൻ നോക്കുന്നത് കറക്റ്റ്. जैसलमेर कौन ले गए? ഇത് ശരിക്കും എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഒരുപാട് സ്റ്റാർസൊക്കെ കണ്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ തന്നെ കിടന്നുറങ്ങാൻ പറ്റുക. ആ ഒരു മരുഭൂമിയിൽ നമ്മൾ മാത്രം ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 3-3:30 മണിയായപ്പോഴത്തേക്കും അവർ വിളിക്കാൻ വന്നു നമ്മൾ. എനിക്ക് രാജസ്ഥാനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസുകളിൽ ഒന്നാണ് ജയ്സൽമീർ. ആദ്യം വരുമ്പോൾ ഒക്കെ ഒരു വല്ലാത്തൊരു പേടിയായിരുന്നു എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് ജയ്സൽമീറാണ്. എനിക്ക് ആ സ്ഥലത്തിനോട് മാത്രമല്ല അവിടുത്തെ ആളുകളോടും വല്ലാത്ത ഇഷ്ടമാണ്. എന്നെ ഒരു വിസിറ്ററായിട്ടല്ല, एक्चुअली അവരുടെ ഫ്രണ്ട് ആയിട്ട് रोटी आप खाओगे तो टेस्ट आ जाएगा. फिर आप वहां जाके मेरे को फोन करोगे वैसे आप भेजना. अच्छा, हमारे देखिए घर में 20-30 गाय है और दूध फुल पीते हैं एकदम. जब तो मोटे हैं दूध पीते हैं, जब तो पतले हो जाते हैं. अब पहली बार आए घूमने के लिए, पहले और आए. As this vlog comes to an end, I just want to take a moment to say a big thank you to the beautiful city of Jaisalmer and its incredible people. फोटो ले लो. From the golden forts to the endless dunes, every part of this journey was unforgettable. Your hospitality, your stories, and your spirit made me feel right at home. Until we meet again, Shukriya Jaisalmer, you will always have a piece of my heart.